ചില പ്രണയങ്ങൾ പറയാതെ തന്നെ മനസ്സിലാകും. ചില പ്രണയങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാകില്ല. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാനാണ്. പക്ഷേ ചിലർ നമ്മുടെ ജീവിതത്തിലെ ഒരു മനോഹരമായ അധ്യായമായി മാത്രം മാറാനാണ്. പ്രണയം എന്നത് ഒരാളെ സ്വന്തമാക്കാനുള്ള അവകാശമല്ല, ഒരാളുടെ മനസ്സിൽ നമുക്ക് ഒരു സ്ഥാനം ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ പ്രണയത്തിന് ഒരു വലിയ പരീക്ഷണം ഉണ്ടാകുന്നത്. അത് അയാൾ നമ്മളോട് യെസ് പറയുമ്പോഴല്ല, അയാൾ നോ പറയുമ്പോഴാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ആഗ്രഹിച്ച മറുപടി ലഭിക്കാത്തപ്പോൾ അയാളുടെ തീരുമാനത്തെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയുമോ? അവിടെയാണ് നമ്മുടെ പ്രണയത്തിന്റെ ആഴം തെളിയുന്നത്. കാരണം ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ, തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാളിലെ യെസ് ആഗ്രഹിക്കുന്നതോടൊപ്പം നോ അംഗീകരിക്കാനും നമുക്കാവണം. Then your love is beyond words. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഒരാളെ സ്വന്തമാക്കാം എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെയും തീരുമാനത്തെയും എങ്ങനെ ബഹുമാനിക്കാം എന്നതിനെക്കുറിച്ചാണ്. പ്രണയം എന്ന വാക്കിന് ഓരോരുത്തർക്കും ഓരോ അർത്ഥമാണ്. ഒരാൾക്ക് പ്രണയം എന്നത് എപ്പോഴും സംസാരിക്കുക, മറ്റൊരാൾക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കുക, മറ്റൊരാൾക്ക് കരുതലും സുരക്ഷിതത്വവും. പക്ഷേ യഥാർത്ഥ പ്രണയത്തിന്റെ അടിസ്ഥാനം എന്താണ്? റെസ്പെക്റ്റ്, ബഹുമാനം. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായത്തെ ബഹുമാനിക്കുക, അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കുക, അവരുടെ പേഴ്സണൽ സ്പേസിനെ ബഹുമാനിക്കുക, അവരുടെ ഇല്ല എന്ന വാക്കിനെയും ബഹുമാനിക്കുക. കാരണം യെസ് കേൾക്കുമ്പോൾ മാത്രം സ്നേഹിക്കുകയും നോ കേൾക്കുമ്പോൾ കോപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് പ്രണയത്തേക്കാൾ കൂടുതലായി ഓണർഷിപ്പ് ആയിരിക്കും. നീ എന്റേതാണ് എന്ന ചിന്തയും നിനക്ക് എന്നെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ചിന്തയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്നിൽ പൊസസീവ്നെസ് ഉണ്ട്, മറ്റൊന്നിൽ ലവ് ഉണ്ട്. ഒരാളെ ഇഷ്ടപ്പെടുന്നത് എളുപ്പമാണ്, പക്ഷേ അത് തുറന്നു പറയാൻ ധൈര്യം വേണം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം മുന്നിൽ വെക്കുകയാണ്. മറുപടി എന്തായിരിക്കും എന്ന് അറിയില്ല. യെസ് ആയിരിക്കാം, നോ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം എന്നായിരിക്കാം. അതുകൊണ്ടാണ് പ്രണയം തുറന്ന് പറയുന്നത് ഒരു റിസ്ക് ആകുന്നത്. പക്ഷേ നമ്മുടെ വികാരങ്ങൾ തുറന്നു പറയാനുള്ള അവകാശം നമുക്കുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അതിന് ഇഷ്ടമുള്ള മറുപടി നൽകാനുള്ള അവകാശവുമുണ്ട്. നമ്മൾ നമ്മുടെ ഫീലിംഗ്സ് തെരഞ്ഞെടുക്കുന്നു, അവർ അവരുടെ റിസ്പോൺസ് തെരഞ്ഞെടുക്കുന്നു. ഇതാണ് ഇമോഷണൽ മച്യൂരിറ്റി. നമ്മൾ ഏറെ സ്നേഹിച്ച ഒരാൾ എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് തകരാം. അത് സ്വാഭാവികമാണ്. വേദനിക്കാം, കരയാം, ഒറ്റപ്പെട്ടതായി തോന്നാം. എന്നിൽ എന്താണ് കുറവ് എന്ന് ചോദിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരു വ്യക്തിയുടെ നോ നിങ്ങളുടെ വില നിശ്ചയിക്കുന്നില്ല. അവർ നിങ്ങളെ തെരഞ്ഞെടുക്കാത്തത് നിങ്ങൾ മോശമായതുകൊണ്ടല്ല. എല്ലാ മനുഷ്യർക്കും ഒരേ ഫീലിംഗ്സ് ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു, അവർ മറ്റൊരാളെ സ്നേഹിക്കാം. അവർ ആരെയും സ്നേഹിക്കാൻ തയ്യാറല്ലായിരിക്കാം. അവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രയോറിറ്റി ഉണ്ടാകാം. അവരുടെ തീരുമാനം എന്തായാലും അത് അവരുടെ അവകാശമാണ്. നോ എന്നത് അപമാനമല്ല. അവൾ എന്നെ റിജക്റ്റ് ചെയ്തു, അവൻ എന്നെ റിജക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ റിജക്ഷനെ ഒരു അപമാനമായി കാണുന്നു. പക്ഷേ റിജക്ഷൻ ഒരു ഇൻസൾട്ട് അല്ല, അത് ഒരു ആൻസർ മാത്രമാണ്. നമ്മൾ ചോദിച്ചു, അവർ മറുപടി പറഞ്ഞു, അവരുടെ മറുപടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്ര മാത്രം. ഒരു പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതുപോലെ, ഒരു ജോലി ലഭിക്കാത്തതുപോലെ, ഒരു വ്യക്തിക്ക് നമ്മളെ തിരഞ്ഞെടുക്കാൻ കഴിയാതിരിക്കുക എന്നതും ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനാൽ നോ കേട്ടാൽ സ്വയം താഴ്ത്തരുത്, സ്വയം കുറ്റപ്പെടുത്തരുത്, മറ്റൊരാളെ കുറ്റപ്പെടുത്തരുത്. നോ കഴിഞ്ഞും പിന്തുടരുന്നത് പ്രണയമല്ല. ഒരാൾ വ്യക്തമായി നോ പറഞ്ഞു, പിന്നെയും മെസ്സേജ്, കോൾ, ഫോളോ, പ്രഷർ, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. ഒരിക്കൽ കൂടി ചിന്തിക്കൂ,
എന്നെ വിട്ടുപോകരുത്. ഞാൻ നിനക്കായി ഇത്രയും ചെയ്തു. നീ എന്നെ സ്നേഹിക്കണം. ഇതൊന്നും പ്രണയത്തിന്റെ തെളിവല്ല. ഒരു വ്യക്തിയുടെ തീരുമാനം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാത്തതാണ്. യഥാർത്ഥ പ്രണയം പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നീ എന്നെ തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ നിന്റെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കും. ഇത് പറയാൻ കഴിയുന്ന ഹൃദയമാണ് ശക്തമായ ഹൃദയം. യെസ്-നും നോക്കും ഒരേ വില. നമുക്ക് യെസ് കേൾക്കാൻ ഇഷ്ടമാണ്, നോ കേൾക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഒരു വ്യക്തിയുടെ യെസ്-ന് വിലയുണ്ടെങ്കിൽ അവരുടെ നോക്കും അതേ വിലയുണ്ട്. കാരണം രണ്ടും അവരുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളാണ്. യെസ് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നു, നോ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. പക്ഷേ രണ്ടും ബഹുമാനിക്കേണ്ടതാണ്. ഒരു വ്യക്തി സ്വമേധയാ നമ്മളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ആ ബന്ധത്തിന് യഥാർത്ഥ സൗന്ദര്യമുണ്ടാകുന്നത്. എനിക്ക് നിന്നെ വേണം, നിനക്ക് എന്നെ വേണം, എനിക്ക് നിന്നെ വേണം എന്നത് നമ്മുടെ ആഗ്രഹമാണ്. നിനക്കും എന്നെ വേണം എന്നത് പരസ്പരതയാണ്. ഇരുവരും ഒരുപോലെയല്ല. നമ്മൾ ഒരാളെ വളരെ സ്നേഹിക്കാം, അവരെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ അവർക്കും അതേ ആഗ്രഹമുണ്ടായിരിക്കണം. അപ്പോഴാണ് റിലേഷൻഷിപ്പ്. ഒരു വശത്ത് മാത്രം സ്നേഹമുണ്ടെങ്കിൽ അത് പ്രണയമായി അനുഭവപ്പെടാം. പക്ഷേ ബന്ധമാകാൻ രണ്ടുപേരുടെയും സമ്മതം വേണം. ട്രൂ ലവ് എന്നത് ഫ്രീഡം കൂടിയാണ്. യഥാർത്ഥ പ്രണയം എന്നെ വിട്ടുപോകരുത് എന്ന് പറയുന്നതിനേക്കാൾ നിനക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം എന്ന് പറയാൻ കഴിയുന്നതാണ്. പ്രണയം ഒരാളെ ബന്ധിച്ചിടുന്ന ചങ്ങലയാകരുത്. അത് രണ്ടുപേർക്കും സ്വതന്ത്രമായി ശ്വസിക്കാനാകുന്ന ഒരു ഇടമായിരിക്കണം. നമ്മുടെ കൂടെ ഒരാൾ തുടരുന്നത് അവർക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടല്ല, പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിട്ടും നമ്മളോടൊപ്പം തുടരാൻ അവർ തെരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. അതിന് വലിയ വിലയുണ്ട്. ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഒരാളെ സ്നേഹിക്കുമ്പോൾ സ്വയം നഷ്ടപ്പെടുത്തരുത്. അവരെ നേടാൻ സ്വന്തം ആത്മാഭിമാനം ഉപേക്ഷിക്കരുത്. അവരുടെ അറ്റൻഷൻ ലഭിക്കാൻ സ്വന്തം ഡിഗ്നിറ്റി നഷ്ടപ്പെടുത്തരുത്. ഒരു ബന്ധത്തിനുവേണ്ടി സ്വന്തം വ്യക്തിത്വം മുഴുവൻ മാറ്റരുത്. കാരണം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെയും സ്നേഹിക്കണം. ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടാകാം, പറയാൻ പേടിക്കുന്നുണ്ടാകാം. അവർ എന്ത് പറയും എന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ വാക്കുകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷേ ഇന്ന് തന്നെ അത് പറയേണ്ടതില്ല. പക്ഷേ പറയണമെന്ന് തോന്നുന്നുവെങ്കിൽ സത്യസന്ധമായി പറയുക. നാടകമില്ലാതെ, സമ്മർദ്ദമില്ലാതെ, പ്രതീക്ഷയുടെ ഭാരമില്ലാതെ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ മനസ്സിലുള്ളത് നിന്നോട് പറയണമെന്ന് തോന്നി. നിന്റെ മറുപടി എന്തായാലും ഞാൻ അതിനെ ബഹുമാനിക്കും. ഇത്രയും പറയാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രണയം മനോഹരമാണ്. അവർ യെസ് പറഞ്ഞാൽ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ നോ പറഞ്ഞാൽ വേദനയോടെ ആയാലും അത് അംഗീകരിക്കാൻ പഠിക്കുക. കാരണം പ്രണയം എന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ സ്വന്തമാക്കുന്നതല്ല, അവരുടെ മനസ്സിനും അവരുടെ തീരുമാനത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും സ്ഥാനം നൽകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പക്ഷേ അവരെ സ്നേഹിച്ച മനസ്സ് നമ്മെ കൂടുതൽ നല്ല മനുഷ്യനാക്കാം. അവരെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പരാജയപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ സ്നേഹിച്ചത് അവരെ മാത്രമല്ല, അവരുടെ സ്വാതന്ത്ര്യത്തെയും കൂടിയാണ്. അതുകൊണ്ട് ഓർക്കുക, യെസ് ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്നവരാണ് പലരും. പക്ഷേ നോ ലഭിച്ചിട്ടും ബഹുമാനത്തോടെ പിന്മാറാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പഠിച്ചവർ. ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ, തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാളിലെ യെസ് ആഗ്രഹിക്കുന്നതോടൊപ്പം നോ അംഗീകരിക്കാനും നമുക്കാവണം. Then your love is beyond words. ഒരാളെ സ്നേഹിക്കൂ, പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തെയും സ്നേഹിക്കൂ. ഒരാളെ ആഗ്രഹിക്കൂ, പക്ഷേ അവരുടെ തീരുമാനത്തെയും ബഹുമാനിക്കൂ. ഒരു യെസ് പ്രതീക്ഷിക്കൂ, പക്ഷേ ഒരു നോ സ്വീകരിക്കാനുള്ള മനസ്സും ഉണ്ടാകട്ടെ. കാരണം യഥാർത്ഥ പ്രണയം സ്വന്തമാക്കുന്നതിൽ അല്ല, ബഹുമാനിക്കുന്നതിലാണ്.